ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ചൊല്ലേണ്ടുന്ന ഒരു വിഷ്ണു മന്ത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു മന്ത്രം നമുക്ക് നേടിത്തരുന്നത് കോടീശ്വര യോഗമാണ്. കോടീശ്വര യോഗം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നത് ധാരാളം പണമായിട്ട് നമ്മൾ ജീവിക്കുക. ഒരു മനുഷ്യൻ കോടീശ്വരനാകുന്നത് അവൻ്റെ നല്ല ആരോഗ്യം, മനസ്സമാധാനം, രാത്രിയിൽ കിടന്നാൽ മനസ്സമാധാനത്തോടു കൂടി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഉറങ്ങാൻ സാധിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ധനമുണ്ടായിരിക്കുക, ഒരു രൂപയ്ക്ക് പോലും നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരാതിരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക, നല്ല ആരോഗ്യമുണ്ടായിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു മനുഷ്യന് കോടീശ്വരൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അങ്ങനെയൊരു യോഗം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു മന്ത്രം വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി ചൊല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം നമുക്ക് തേടി വരും. ഇത് ഒരുപാട് പ്രാവശ്യമൊന്നും നിങ്ങൾ ചൊല്ലണ്ട, ദിവസവും ഒരേ ഒരു തവണ മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി. അതും നമ്മുടെ ഓരോ പുതിയ ദിവസത്തെയും തുടക്കത്തിൽ നമ്മളിത് ചൊല്ലുക എന്നുള്ളത്. ആ മന്ത്രം എന്താണെന്ന് പറയുന്നതിന് മുൻപ് കുറേ പേർക്ക് പീരിയഡ്സ്, പുലവാലായ്മ, രാത്രിയിൽ നോൺ വെജ് കഴിച്ചിട്ട് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായി, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ചൊല്ലാമോ എന്നൊരു സംശയം വരും. യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്കിത് ചൊല്ലാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ രാവിലെ എഴുന്നേറ്റുടനെ ആ ഒരു വായോടുകൂടി ചൊല്ലരുത്. രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്ന് നമ്മൾ സാധാരണയായിട്ട് പലരും പല മന്ത്രങ്ങൾ, അതായത് നമ്മുടെ കൈ നോക്കി കരാഗ്രവസ്ഥയിൽ ലക്ഷ്മി ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടദൈവം ഏതാണോ ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലിക്കൊണ്ടൊരു ദിവസം തുടങ്ങുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങി രാവിലെ എഴുന്നേറ്റുടനെ കുളിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ജസ്റ്റ് മുഖവും വായും ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഈ ഒരു മന്ത്രം ചൊല്ലുക. ഈ ഒരു മന്ത്രം നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒക്കെ ചൊല്ലുക. അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മുഖവും വായും കഴുകിയിട്ട് അവിടെ നിന്ന് തന്നെ സൗത്ത് ഡിറക്ഷൻ ഒഴിച്ച് ബാക്കി ഏതൊരു ഡയറക്ഷനിലോട്ട് നോക്കിയും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർഷത്തിൽ 365 ദിവസവും ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഇതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ചൊല്ലിയാൽ ക്രമേണ പോകെ നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള മംഗളങ്ങൾ സംഭവിക്കും, ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഭഗവാൻ വിഷ്ണുവിൻ്റെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ലക്ഷ്മി ദേവി എത്രമാത്രം നമുക്ക് ധനധാന്യ സമൃദ്ധി തരുന്നു, അതേപോലെയാണ് ഭഗവാൻ നാരായണനും. അലങ്കാരപ്രിയനായ ഭഗവാന്റെ പത്നിയാണ് അലങ്കാരപ്രിയയായ ദേവി മഹാലക്ഷ്മി എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്കൊക്കെ അനുഭവവും ഉണ്ടാകും. നമ്മൾ എത്രമാത്രം മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടി ദേവി നമുക്ക് തിരിച്ചു തരും എന്നുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങൾ എപ്പോൾ എഴുന്നേറ്റാലും ബ്രഹ്മമുഹൂർത്തം മുതൽ, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ ജോലിയുള്ളവരാണ് രാവിലെ 9 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പോലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് ഏതൊരു സമയത്താണോ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ബെഡിൽ നിന്ന് പോയി മുഖവും വായും ഒന്ന് കഴുകിയിട്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ കൈകൂപ്പി മനസ്സിൽ നമ്മുടെ വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ വെങ്കടേശ്വര ഭഗവാന്റെ, ഇനി കൃഷ്ണൻ്റെ, ആരുടെയാണെങ്കിലും ആ മുഖം മനസ്സിൽ ഓർത്തിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുക. മന്ത്രം ഇതാണ്: മംഗളം ഭഗവാന് വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ടരീകാക്ഷ, മംഗളായ തനോഹരി. ഒരുപാട് പേർക്ക് പരിചയമുള്ളൊരു മന്ത്രമായിരിക്കുന്നത്. ഈ ഒരു മന്ത്രം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരാണോ എനിക്ക് ഐശ്വര്യങ്ങൾ തരുന്നത്, ശുഭത്തെ തരുന്നത്, ഗരുഡൻ്റെ വാഹനമാക്കിയത് ആരാണോ, ലോട്ടസ് ഐസ് അതായത് താമരപ്പൂവിൻ്റെ കണ്ണുകൾ ഉള്ളത് ആർക്കാണോ, അതേപോലെ തന്നെ നമുക്ക് ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആരാണോ
ആരോട് പ്രാർത്ഥിച്ചാലാണോ നമുക്ക് നല്ല ആരോഗ്യവും നല്ല ജീവിതവും നല്ല വ്യക്തികളെ നമുക്ക് ബന്ധങ്ങളാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഐശ്വര്യത്തെ തരുന്നതും ആ ഒരു ദൈവത്തെ ഞാൻ വന്ദിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഉറച്ച വിശ്വാസത്തോടുകൂടി, നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ടായിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു മന്ത്രം ചൊല്ലുക വഴി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം പൂർണ്ണമായി മനസ്സിലാക്കി അതിനെ ആഴത്തിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ മന്ത്രം ചൊല്ലണം. മന്ത്രം ചൊല്ലുമ്പോൾ ഗരുഡന് മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ മനസ്സിൽ ഓർത്തിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു മന്ത്രം ദിവസവും ചൊല്ലി നോക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ അത് നമുക്ക് വളരെ നല്ല പോസിറ്റിവിറ്റിയും ഐശ്വര്യത്തെയും കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർത്ഥം കൂടി പറഞ്ഞു തന്നത്, അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഏതൊരു മന്ത്രവും ചൊല്ലുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും എന്നുള്ളതാണ്. ഇനി ഈ മന്ത്രം വൈകുന്നേരങ്ങളിൽ ചൊല്ലാമോ എന്ന് ചിലപ്പോൾ ഒരു സംശയം വരും. പക്ഷേ ഇത് വൈകിട്ട് ചൊല്ലുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു 10 മണിക്കുള്ളിൽ. കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒരുപാട് പേര് നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. രാവിലെ ഒരു 10 മണി വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും തെക്കോട്ട് നോക്കി നിന്നത് ചൊല്ലരുതെന്നുള്ളതാണ്. കിഴക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാറ്റോട്ട്, അതിൽ തന്നെ കിഴക്കും വടക്കുമാണ് വളരെയധികം ശുഭം നമുക്ക് തരുന്നത്. അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും തെക്കോട്ട് നോക്കിയത് ചൊല്ലാനായിട്ട് നിൽക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കൈകൾ കൂപ്പി ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് ചൊല്ലിയിട്ട് പറ്റുന്നവർക്ക് വേണമെങ്കിൽ കൈ ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ആ ഒരു ചൂട് നമ്മുടെ മുഖത്ത് വെച്ച് കഴിയുമ്പം നമ്മുടെ മുഖത്തിനൊരു മംഗളത്വം കിട്ടും, ശ്രീത്വം കിട്ടുമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലി തീരുന്നത് വരെ കൈ ഇങ്ങനെ കൂപ്പി വെച്ചിട്ട് ചൊല്ലി തീർന്നു കഴിയുമ്പോൾ നന്നായിട്ട് കൈ റബ്ബ് ചെയ്ത് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു ശ്രീത്വം ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോഴും കൈകളിങ്ങനെ കൂപ്പി പിടിച്ചിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് ഉടനെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പം കയ്യിലൊരു ചൂട് വരും. ആ ചൂട് നമ്മുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ മുഖം മംഗളകരമായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു മന്ത്രത്തിൻ്റെ എനർജി, വൈബ്രേഷൻ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. പിന്നെ എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യണമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്ന ഉടനെ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ ഒരു ടൈം നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മന്ത്രം. പക്ഷേ വളരെ വളരെ പവർഫുള്ളാണ്. നല്ല ഫലങ്ങൾ ലഭിക്കും. എല്ലാവരും ഇത് ചെയ്തു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.